ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹ കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 25-ാം തീയതി തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 6-ാം തിരുവചനവും 12 മുതൽ 14 വരെയുള്ള വചനഭാഗവുമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വലിയൊരു ബോധ്യം നൽകുകയാണ്. ഒരു സുവർണ നിയമം. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതവർക്ക് ചെയ്യുവിൻ. പരാതികളും പരിഭവങ്ങളുമുള്ള ഇന്നിൻ്റെ ലോകത്തിന് ഈശോ നൽകുന്ന വലിയ ബോധ്യം ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്വാർത്ഥതയും അസൂയയ്ക്കും പരിഭവങ്ങൾക്കുമായി സമയം കളയാതെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. വിനാശത്തിലേക്ക് നയിക്കുന്ന വിസ്തൃതമായ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയും. എന്നാൽ ജീവനിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. അപ്പോൾ ചിലയിടങ്ങളിൽ നമുക്ക് വിട്ടുകൊടുക്കാനാകണം, മാപ്പ് കൊടുക്കാനാകണം, തോറ്റുകൊടുക്കേണ്ടിയും വരും. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും നമ്മൾ. ഓർക്കുക, ജീവന്റെ വഴി ഇടുങ്ങിയതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എസക്കിയ എന്നൊരു രാജാവിനെ നമ്മൾ കാണും. ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നേരെ പോകേണ്ടത് ദേവാലയത്തിലേക്കാണ്. ദൈവ സാന്നിധ്യമുള്ള പേടകത്തിന് മുമ്പിൽ ശത്രുക്കളുടെ ദൂത് സമർപ്പിച്ച് ആ രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കും: കർത്താവേ, എനിക്ക് നീ മാത്രമേയുള്ളൂ, എന്നെയും എൻ്റെ രാജ്യത്തെയും കാക്കണമേ. രാജാവിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അസറിയായുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് 1,85,000 പേര് വരുന്ന ശത്രു സൈന്യത്തെ വധിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, എസക്കിയായ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ കത്ത് എവിടെ കൊണ്ടുവെക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസം നാം ഇടുങ്ങിയ വാതിലിലൂടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ എപ്രകാരം പെരുമാറണമെന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെ കത്തുകൾ ദൈവത്തിൻ്റെ അൾത്താരയ്ക്ക് സക്രാരിയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം: ഈശോയെ, എനിക്ക് നീ മാത്രമേയുള്ളൂ, എന്നെയും എൻ്റെ കുടുംബത്തെയും കാക്കണമേ എന്ന്. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകും. അനേകം കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. ഈ വിശുദ്ധമായ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറക്കാതിരിക്കുക, മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.